വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം അധ്യായം 21. അക്കാലത്ത് അവരുടെ പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ യേശു ശിമയോൻ പത്രോസിനോട് ചോദിച്ചു, യോഹന്നാന്റെ പുത്രനായ ശിമയോനെ, നീ ഇവരെക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? അവൻ പറഞ്ഞു, ഉവ്വ് കർത്താവേ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നുവെന്ന് അങ്ങ് അറിയുന്നുണ്ടല്ലോ. യേശു അവനോട് പറഞ്ഞു, എൻ്റെ ആടുകളെ മേയ്ക്കുക. രണ്ടാം പ്രാവശ്യവും യേശു ചോദിച്ചു, യോനായുടെ പുത്രനായ ശിമയോനെ, നീ എന്നെ സ്നേഹിക്കുന്നുവോ? അവൻ പറഞ്ഞു, ഉവ്വ് കർത്താവേ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നുവെന്ന് അങ്ങ് അറിയുന്നുണ്ടല്ലോ. യേശു പറഞ്ഞു, എൻ്റെ കുഞ്ഞാടുകളെ മേയ്ക്കുക. അവൻ മൂന്നാം പ്രാവശ്യവും അവനോട് ചോദിച്ചു, യോഹന്നാൻ്റെ പുത്രനായ ശിമയോനെ, നീ എന്നെ സ്നേഹിക്കുന്നുവോ? തന്നോട് മൂന്നാം പ്രാവശ്യവും നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് യേശു ചോദിച്ചതുകൊണ്ട് പത്രോസ് അതീവ ദുഃഖിതനായി. അവൻ പറഞ്ഞു, കർത്താവേ, അങ്ങെല്ലാം അറിയുന്നു, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നുവെന്നും അങ്ങ് അറിയുന്നു. യേശു പറഞ്ഞു, എൻ്റെ കുഞ്ഞാടുകളെ മേയ്ക്കുക. സത്യം സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, ചെറുപ്പമായിരുന്നപ്പോൾ നീ സ്വയം അരമുറുക്കുകയും ഇഷ്ടമുള്ളിടത്തേക്ക് പോവുകയും ചെയ്തിരുന്നു. എന്നാൽ പ്രായമാകുമ്പോൾ നീ നിൻ്റെ കൈകൾ നീട്ടുകയും മറ്റൊരുവൻ നിൻ്റെ അരമുറുക്കുകയും നീ ആഗ്രഹിക്കാത്തയിടത്തേക്ക് നിന്നെ കൊണ്ടുപോവുകയും ചെയ്യുന്നു. ഇത് അവൻ പറഞ്ഞത് ഏതു വിധത്തിലുള്ള മരണത്താൽ പത്രോസ് ദൈവത്തെ മഹത്വപ്പെടുത്തും എന്ന് സൂചിപ്പിക്കാനാണ്. അതിനുശേഷം യേശു അവനോട്, എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞു. യേശുവിൽ ഏറ്റവും സ്നേഹമുള്ള പ്രിയ ദൈവമക്കളെ, ഈ വിശുദ്ധ പ്രഭാതത്തിൽ നാം ദൈവത്തിരുസന്നിധിയിൽ പ്രാർത്ഥനാപൂർവമായിരിക്കുമ്പോൾ അജപാലന സ്നേഹത്തിൻ്റെ ആത്മീയത ധ്യാനിക്കാം. ഇന്നത്തെ സുവിശേഷം സ്നേഹത്താൽ സ്വന്തം ശിഷ്യനെ വീണ്ടെടുക്കുന്ന ക്രിസ്തുവിൻ്റെ മനസ്സാണ് നാം കാണുക. ആരും നഷ്ടപ്പെട്ടു പോകാതെ എല്ലാവരും വീണ്ടെടുക്കപ്പെടണം എന്നാഗ്രഹിക്കുന്ന ക്രിസ്തു. ഇതാ പത്രോസിന് മാത്രമായി യേശു ചോദിക്കുന്നു, നീ ഇവരെക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? കാരണങ്ങളേറെയുണ്ട്. ക്രിസ്തുവിനെ ഒരു നാൾ അവൻ തള്ളിപ്പറയുകയും ആവർത്തിച്ച് അതേ കാര്യം ആവർത്തിക്കുകയും ചെയ്തു. ഒരു പ്രാവശ്യം അല്ല, 3 പ്രാവശ്യം ഞാൻ നിന്നെ അറിയില്ല എന്ന് ആണയിട്ട് പറഞ്ഞവനാണ് പത്രോസ്. അതുകൊണ്ട് തന്നെ യേശു അവനെ കൊണ്ട് 3 പ്രാവശ്യം വീണ്ടും ആവർത്തിച്ച് പറയുന്നു, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. എന്നാൽ ഓരോ പ്രാവശ്യവും സ്നേഹിക്കുന്നുവെന്ന് പറയുമ്പോൾ യേശു ദൗത്യം ഏൽപ്പിക്കുന്നുണ്ട്. ആടുകളെ മേയ്ക്കുക, കുഞ്ഞാടുകളെ മേയ്ക്കുക. സത്യത്തിൽ ഈ ദൗത്യം ഒരു വീണ്ടെടുപ്പിൻ്റെ ദൗത്യമാണ്, രക്ഷയുടെ ദൗത്യമാണ്, ദൈവത്തിൻ്റെ പദ്ധതിയുടെ പൂർത്തീകരണമാണ്. നമുക്ക് വീഴ്ചകളേറെ ഉണ്ടെങ്കിലും ദൈവം നമ്മെ സ്നേഹിക്കുകയും അവിടെ നമ്മെ വീണ്ടെടുക്കുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. വീണുപോയവനെ തന്നെ ബലപ്പെടുത്തി അവനെ അജപാലന ദൗത്യം ഭരമേൽപ്പിക്കുമ്പോൾ ക്രിസ്തു ഒരർത്ഥത്തിൽ നമ്മുടെ വീഴ്ചകളിൽ സഹതപിക്കുന്ന മഹാപുരോഹിതനായ അവിടുത്തെ കൃപയുടെ സാന്നിധ്യമാണ് നാം അറിയുക. അവിടത്തേക്ക് നമ്മെയും നമ്മുടെ ബലക്കുറവുകളെയും അറിയാം. എങ്കിലും അവിടെ നമ്മെ സ്നേഹിക്കുന്നു. തെറ്റുപറ്റി എന്ന് അറിഞ്ഞിട്ടും തള്ളിപ്പറഞ്ഞുവെന്ന് മനസ്സിലായിട്ടും യേശു ഉപേക്ഷിച്ച് പോകുന്നില്ല. ചേർത്ത് പിടിച്ചുകൊണ്ട് വീണ്ടെടുപ്പിൻ്റെ കൃപയും തിരുസഭയെ നയിക്കുവാനുള്ള ദൗത്യവും പത്രോസിനെ ഏൽപ്പിക്കുന്നു. നമ്മുടെ ജീവിതം സത്യത്തിൽ സ്നേഹത്താൽ പൂരിതമാകട്ടെ. നാം ജീവിതത്തിൽ ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ നിഷേധിച്ചു പോയിട്ടുണ്ടെങ്കിൽ, അവനെ അറിയില്ല എന്ന് ആവർത്തിച്ച് പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ, അതേ നാവുകൊണ്ട് തന്നെ സ്നേഹിക്കുന്നു എന്ന് ഏറ്റു പറഞ്ഞുകൊണ്ട് തിരികെ ക്രിസ്തുവിൻ്റെ ഹൃദയത്തിലേക്ക് പ്രവേശിക്കാൻ സാധ്യമാകും. നമ്മുടെ ഇന്നലകളെ ചോദ്യം ചെയ്യാത്ത ഒരു ദൈവത്തിൻ്റെ മനസ്സുകൂടി ഇന്നത്തെ സുവിശേഷത്തിൽ കാണാം. നമ്മുടെ കുറവുകളോ കുറ്റങ്ങളോ ദൈവം ചേർത്ത് പിടിച്ചു വച്ച് നമ്മെ കുറ്റപ്പെടുത്തുവാനോ ശിക്ഷിക്കുവാനോ പരിശ്രമിക്കുന്ന ദൈവമല്ല. മറിച്ച് അനുദപിച്ച് കഴിയുമ്പോൾ എല്ലാം പുറത്ത് പുതിയ സ്നേഹത്താൽ വീണ്ടെടുക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവമാണ്. ആ ദൈവത്തിൻ്റെ കൃപയും മഹത്വവും സുവിശേഷത്തിൽ നിറഞ്ഞു നിൽക്കുന്നു. പത്രോസിനെ പോലെ ആത്മാർത്ഥതയോടുകൂടി ക്രിസ്തുവിൻ്റെ സ്നേഹത്തിലേക്ക് തിരികെ വരാം. ക്രിസ്തു നമ്മെ ഭരമേൽപ്പിക്കുന്ന അജപാലന ദൗത്യം വിശ്വസ്തയോടുകൂടി നമുക്ക് നിറവേറ്റാം. വീഴ്ചകളും കുറവുകളുമുള്ള മനുഷ്യരെ ചേർത്ത് പിടിക്കുവാൻ അവിടുന്ന് നമ്മെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ബലവാന്മാരെ ലജ്ജിപ്പിക്കുവാൻ ബലഹീനരെ തിരഞ്ഞെടുക്കുന്ന ദൈവം സത്യത്തിൽ എല്ലാവരുടെയും രക്ഷയും എല്ലാവരുടെയും നന്മയുമാണ് ആഗ്രഹിക്കുക. കർത്താവ് നിങ്ങളോട് കൂടെ. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും
പരിശുദ്ധാത്മാവും നമ്മെ സമൃദ്ധമായി അനുഗ്രഹിച്ച് ആശീർവദിക്കുമാറാകട്ടെ. ആമേൻ.